അത് യഥാർത്ഥത്തിൽ വലിയ ഒരു അനുഭൂതിയാണ്. നീ ആവർത്തിച്ചാൽ അങ്ങോട്ടെത്തിപ്പെടും എന്നാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. പക്ഷേ ആവർത്തിക്കാൻ നമ്മൾ തയ്യാറല്ല. അത്ര വലിയൊരു സുഖത്തെ ആസ്വദിക്കാൻ ആവർത്തനത്തിന് നമ്മൾ തയ്യാറല്ല. തയ്യാറാവണം. പറയുന്ന ഞാനടക്കം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആവർത്തിക്കണം. ഒരു ദിവസം ചൊല്ലി പിന്നെയും ചൊല്ലി നോക്കണം. ബുർദ ആവർത്തിച്ചുകൊണ്ടിരിക്കണം, ചൊല്ലിക്കൊണ്ടിരിക്കണം. എക്കോ പോയതോ ഒഴിവാക്കിയതോ? പോയതാ? കുഴപ്പമില്ല. ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഓരോ വിഷയത്തിലും ഉള്ളതുപോലെ ഈ വിഷയത്തിൽ പ്രത്യേകിച്ചുമുണ്ട്. എത്ര കണ്ട് ആവർത്തിക്കുന്നുവോ കൂടുതൽ ചൊല്ലുന്നവൻ മുന്നിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും മുൻപന്തിയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചവരാണ്. അത് നമ്മൾ മറക്കരുത്. അപ്പൊ നമുക്ക് ആസ്വദിക്കാനുള്ള മാർഗം ആവർത്തിക്കുക. ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർ ആരും ഉണ്ടാതിരിക്കുക, ആവർത്തിക്കുക. അനുഭവിക്കാൻ ബോധിയുണ്ടെങ്കിൽ അപ്പൊ ആദ്യമൊക്കെ എനിക്കൊരു ഉപഹാരമില്ല, അത് നീ അതിന്റെ കൂടെ കൂടാറില്ല. അതുകൊണ്ടാണ് നീന്തം അറിയുന്നവൻ കുളം തേടി നടക്കും. മഴക്കാലമായാൽ തോർത്തുടുത്ത് ഉമ്മയും പറഞ്ഞാൽ കേൾക്കൂല, എപ്പോ പറഞ്ഞാലും കേൾക്കൂല. ഓനൊരിറക്കിറങ്ങും ആ തോട്ടത്തേക്ക്. എന്നിട്ടിങ്ങനെ ചാടിങ്ങനെ മറിയൂല. അവനൊരു ഹരമായി അത് മാറി. ഫസ്റ്റൊക്കെ ഒരു ജാതി വെള്ളം കുടിച്ച് മൂക്കിലും വെള്ളം പോയി, പലരും വെള്ളം പോയി, ജലദോഷം പിടിച്ച് ആവശ്യമില്ലാത്ത പരിപാടിക്ക് ഫസ്റ്റ് അങ്ങനെയാ. പിന്നീട് അവൻ അതിന്റെ ആളായപ്പോ അവനിത് തേടി നടക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ഒരു ചൊറിച്ചിലും ഒരടങ്ങറൊക്കെ നമ്മുടെ ലയിക്കാത്തത് കൊണ്ട് നമുക്കുണ്ടെങ്കിൽ ആവർത്തിച്ച് അതിന്റെ ആളായി മാറിയാൽ നമുക്കൊക്കെ ആസ്വദിക്കാൻ കഴിയുന്നൊരു സത്യമാണിത്. മഹാന്മാർ ആസ്വദിച്ചത്, ഔലിയാക്കൾ അനുഭവിച്ചത് നമുക്കറിയാൻ, അനുഭവിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ. നല്ലൊരു ഹൃദയം അല്ലാഹു നമുക്ക് തരട്ടെ. നമുക്ക് നല്ല ഖൽബുണ്ടാവണം. എന്നിട്ട് വേണം ഇബാദത്ത്. അങ്ങനല്ല, നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ അങ്ങനാണ്ട് ചെയ്യുമ്പോൾ നമ്മളെ ഖൽബ് റെഡിയായിട്ട് വരും. നമ്മൾ ഇഖ്ലാസോടുകൂടി കുറേ നേരം കണ്ണടച്ച് നിന്നിട്ട് സൈക്കിൾമ കയറിയാൽ ഇടിഞ്ഞൊഴിഞ്ഞു പോകും. അങ്ങനുണ്ട്. എനിക്ക് ഭയങ്കര ഇഖ്ലാസാണ്, ആത്മാർത്ഥമാണ്. എന്റെ ഖൽബ് നിനക്കറിയില്ല എത്ര ശുദ്ധിയാണെന്നറിയോ. ഞാൻ എന്തൊരു നല്ല മനുഷ്യനാണ്. സൈക്കിൾമ കയറിയാട്ടെ. അപ്പൊ ഇഖ്ലാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓൻ ചവിട്ടണം. എന്നിട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പോയി ഇടിക്കണം, എന്നിട്ട് വീഴണം, എന്നിട്ട് പിന്നെ എടുക്കണം, പോണം, പോയി അവൻ സൈക്കിൾ കറക്റ്റ് പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ചെയ്താൽ പിന്നെ ഇഖ്ലാസോടുകൂടി സൈക്കിൾ ഓട്ടാ ഒരു കുഴപ്പമില്ല. അത് കാത്തിരിക്കരുത്. നമ്മൾ വർക്ക് ചെയ്യാം, പ്രവർത്തിക്കണം. അതിന് അല്ലാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുത്തുനബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലണം. ഞാൻ ചൊല്ലുന്നുണ്ട്, മലക്കുകളൊക്കെ ചൊല്ലുന്നുണ്ട്, നിങ്ങളും ചൊല്ലണം. വിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, ആവർത്തിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ കടങ്ങളിൽ നിന്ന് രക്ഷക്ക്, നമ്മുടെ പാപം പൊറുക്കാൻ, നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളിൽ നിന്നും കരകയറാൻ നമ്മൾ ഇത് ആവർത്തിക്കണം. അത് വലിയ മരുന്നാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ശബ്ദം കേൾക്കുന്ന ഞാനടക്കമുള്ള നമ്മൾ ഇതിന് തയ്യാറാവും. എല്ലാ സ്ത്രീകളും, എല്ലാ ശബ്ദം കേൾക്കുന്നവരും സ്വലാത്ത് കൂടുതൽ ചൊല്ലും, ആവർത്തിക്കും. ആവർത്തിച്ച് ചൊല്ലി അതിന്റെ ആളാകും ഞാൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു അതിലൊരു ആനന്ദം നമുക്ക് തരട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി